തുറവൂർ തൈക്കാട്ടുശ്ശേരി പാലത്തിന് സമീപത്തെ പാർക്കിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു എന്ന പരാതി ശക്തമായിരുന്നു. കുത്തിത്തോട് SHO അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി പാർക്കിൽ വളർന്നു പന്തലിച്ച കുറ്റിക്കാടും പുല്ലും വെട്ടി വൃത്തിയാക്കി. തൈക്കാട്ടുശ്ശേരി പാലത്തിന് അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന പാർക്കിന് ഇരുവശവുമാണ് കാട് പിടിച്ചു കിടക്കുന്നത്. ഇവിടെ പകൽ സമയങ്ങളിൽ പോലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ആക്ഷേപം ശക്തമായിരുന്നു. ഈ കുറ്റിക്കാട്ടിൽ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും നടക്കുന്നത് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത വിധം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. തുറവൂർ പഞ്ചായത്ത് 9-ാം വാർഡ് അംഗം അനീഷും കുത്തിത്തോട് പോലീസ് SHO അജയ് മോഹനൻ തുടങ്ങിയവർ മുൻകൈയെടുത്താണ് പാർക്ക് വൃത്തിയാക്കാൻ മുന്നോട്ട് വന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ 50ഓളം തൊഴിലുറപ്പ് വനിതകളും നാട്ടുകാരും ചേർന്ന് കുറ്റിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി തുടങ്ങി. കുത്തിത്തോട് SHO അജയ് മോഹനൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുത്തിയോട് സ്റ്റേഷൻ ലിമിറ്റിലെ ഏറ്റവും ഒരു മനോഹരമായ സ്ഥലമായിരുന്നു നമ്മുടെ തൈക്കാട്ടുശ്ശേരി പാർക്ക്. എല്ലാ വൈകുന്നേരങ്ങളിലും സായാഹ്നങ്ങളിലും കുടുംബത്തോടൊപ്പം ഒരുപാട് പേര് സമയം ചെലവഴിച്ചിരുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇത് യൂട്ടിലൈസ് ചെയ്തിരുന്നു, അറേഞ്ച് ചെയ്തിരുന്ന ഒരു മനോഹരമായ സ്ഥലമായിരുന്നു. പക്ഷേ ഈടെയായിട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് പോരായ്മ വന്നു. കുറച്ച് കാടുകൾ വളർന്നു. അതൊരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുന്നു എന്ന പരാതികൾ ലഭിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ജനപ്രതിനിധി കൂടിയായ അനീഷ് മെമ്പർ നമുക്കതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം, നാട്ടുകാർക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സന്തോഷത്തോടെ ആൾക്കാർ ഇവിടെ വരാനും ഇതുപോലൊരു സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങൾ മാറ്റാനുള്ളൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നു. തൈക്കാട്ടുശ്ശേരി തുറവൂർ പാലത്തിനോട് ചേർന്ന് അപ്രോച്ച് റോഡിന്റെ ഇരുവശവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് പാർക്ക് നിർമ്മിച്ചത്. 2.5 കോടി രൂപ മുതൽ മുടക്കിയ പാർക്ക് ജില്ലാ പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ പാർക്ക് തുറന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് കാട് പിടിച്ച് നശിക്കുകയാണ് പാർക്ക്. പരിപാലനത്തിന് ജീവനക്കാരില്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല, വൈദ്യുതി ബിൽ അടയ്ക്കാൻ കഴിയാതെ വൈദ്യുതി വിച്ഛേദിച്ച സാഹചര്യം വരെയുണ്ടായി. കായൽ ഭംഗി ആസ്വദിക്കാനും സായാഹ്നം ചിലവിടാനും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനംപ്രതി പാർക്കിൽ എത്തുന്നത്. പാർക്കിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ തുറവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോബി കുര്യാക്കോസ്, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ മീര AV, വാർഡംഗം അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു.